ലാലേട്ടൻ ജിത്തു ജോസഫും കൂടെ ഒന്നിച്ച ഇൻഡസ്ട്രി ഹിറ്റ് തൂക്കാൻ പൊട്ടൻഷ്യലുള്ള ഒരു പ്രോമിസിംഗ് പ്രൊജക്റ്റാണ് ദൃശ്യം 3. ചിത്രത്തിന്റെ ഡ്യൂറേഷൻ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. 2 മണിക്കൂറും 39 മിനിറ്റുമാണ് ചിത്രത്തിൽ ടോട്ടൽ ഡ്യൂറേഷനായി വരുന്നത്. ചിത്രത്തിന് അഡ്വാൻസ് ബുക്കൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. വേൾഡ് വൈഡ് ആയിട്ട് ചിത്രത്തിന് ഇപ്പോൾ തന്നെ 5 കോടി രൂപയ്ക്ക് മുകളിലൊക്കെ കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. പോരാഞ്ഞിട്ട് ചിത്രത്തിന്റെ ഫസ്റ്റ് ഷോ തുടങ്ങാൻ പോകുന്നത് രാവിലെ 8 മണിക്കാണ്. മെയിൻ സ്ക്രീനിൽ കുറഞ്ഞത് 6 ഷോസെങ്കിലും ചിത്രത്തിലുണ്ടായിരിക്കുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ടൊവിനോ, ബേസി ജോസഫ്, വിനീത് ശ്രീനിവാസൻ കോമ്പോയിൽ വരാനിരിക്കുന്ന ഒരു പക്ക എന്റർടൈനറാണ് അതിരടി. ഈ ഒരു ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് പ്രീമിയർ. അങ്ങനെ ഈ ഒരു ചിത്രത്തിലായിട്ടും കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഏകദേശം 60 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. അതിന് തന്നെ കമന്റ്സ് അപ്ഡേറ്റിലോട്ട് തന്നെ വരാം. കമന്റ് വഴി ആദ്യം ചോദിച്ചുള്ളത് കാട്ടാളൻ എന്ന ചിത്രത്തിന്റെ ഡെർബിയുടെ ഒക്കെ OTT റിലീസ് ആയിരുന്നു. നിങ്ങൾ നേരത്തെ അറിയിച്ച പോലൊക്കെ തന്നെ കാട്ടാളൻ എന്ന ചിത്രത്തിന്റെ റിലീസ് വരുന്ന മെയ് 28 ഉണ്ടായിരിക്കുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. കൂടാതെ ഡെർബിയുടെ OTTക്കുള്ള അവകാശങ്ങളൊന്നും ഇതുവരായിട്ടും റൈറ്റ്സ് വിറ്റുപോയിട്ടില്ലെന്നാണ് അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. പിന്നെ എബ്രഹാം ഹോസ്റ്റലറിന്റെ പാർട്ട് 2 പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രൊജക്റ്റിനെ പറ്റിയുള്ള ഒരു ക്ലിയർ അപ്ഡേറ്റ് ഇതിലായിട്ടും പുറത്തിറങ്ങിയിട്ടില്ല. മേ ബി ജയറാമേട്ടൻ്റെ നെക്സ്റ്റ് പ്രൊജക്റ്റ് അതാവാം. പക്ഷേ മിഥുൻ മാനുവൽ തോമസിൻ്റെ നെക്സ്റ്റ് പ്രൊജക്റ്റ് അപ്ഡേറ്റുകളൊക്കെ പ്രകാരം അത് ആഡ് 4 ആകാനുള്ള ചാൻസ് ആണ് കാണുന്നത്. പിന്നെ കമൻറ്റ് വഴി കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുള്ളതായിരുന്നു ദുരന്തറിൻ്റെ OTT റിലീസ് എന്നാണെന്ന്. നേരത്തെ ഇട്ടൊരു അപ്ഡേറ്റ് വഴി ഞാൻ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു. ചിത്രം വരുന്ന മെയ് 14 മലയാളം, തമിഴ്, ഹിന്ദി എന്നീ ഭാഷകളിലൊക്കെ തന്നെ OTT റിലീസിന് എത്തുമെന്ന്. അടുത്തായി കമൻറ്റ് വഴി ചോദിച്ചിട്ടുള്ളത് സർദാർ 2ൻ്റെ അപ്ഡേറ്റ് വിവരവും വല്ലതും ഉണ്ടോ എന്നാണ്. ഈ ഒരു ചിത്രത്തിൻ്റെ സെക്കൻഡ് പാർട്ട് വരുമ്പോഴത്തേക്കിന് അത് ആ ഒരു ചിത്രത്തിൻ്റെ സീക്വലും പ്രീക്വലും ഇൻക്ലൂഡ് ആകുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ആ ഒരു വിജയ് എന്ന ആ ഒരു ക്യാരക്ടറും കൂടാതെ തന്നെ സർദാർ എന്ന ക്യാരക്ടറിൻ്റെയും ഒരു ഡിഫറെൻറ്റ് ടൈം ലൈനിൽ നടക്കുന്ന രീതിയിലാണ് ഈ ഒരു ചിത്രത്തിൻ്റെ കഥ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഒരു ചിത്രത്തിൻ്റെ റിലീസിനെ പറ്റി ഒരു പ്രോപ്പർ അപ്ഡേറ്റ് ഇതുവരെയായിട്ട് പുറത്തിറങ്ങിയിട്ടില്ല. അടുത്ത ചോദിച്ചുള്ളത് രാഗ ചിത്രത്തിൻ്റെ അപ്ഡേറ്റും ചിത്രത്തിൽ ആര് വില്ലനായിട്ട് എത്തുമെന്നൊക്കെ തന്നെയാണ്. ഇതിലായിട്ട് ആര് വില്ലനായിട്ട് എത്തുമെന്നുള്ളൊരു പ്രോപ്പർ അപ്ഡേറ്റ് പുറത്തിറങ്ങിയിട്ടില്ല. എന്നാലും അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് അല്ലു അർജുൻ ഈ ഒരു ചിത്രത്തിൽ 4 വേഷത്തിലാണ് എത്തുന്നത്. അതിലൊരു വേഷം ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ ആയിരിക്കും, അതായിരിക്കും വില്ലൻ ക്യാരക്ടർ എന്നാണ് അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. അടുത്തായി പറയാൻ പോകുന്നത് ഹിറ്റ് 4 പറ്റിയാണ്. റീസെൻ്റ്ലി വീഡിയോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിലും പിന്നെയും ചോദിക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. ഈ ഒരു ചിത്രം കാർത്തിയുടെ ഇപ്പോൾ ലൈനപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഹിറ്റ് 4 ഉണ്ട്. പക്ഷേ ഹിറ്റ് 4 ഉടനെ ഒന്നും സംഭവിക്കില്ല. പുള്ളിയുടെ കരളിലുള്ള പ്രൊജക്റ്റ് എല്ലാം തീർത്തതിന് ശേഷമേ ഹിറ്റ് 4 സംഭവിക്കുകയുള്ളൂ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. അടുത്തായി ചോദിച്ചുള്ളത് പ്രഭാസിന്റെ സ്പിരിറ്റ് എന്ന ചിത്രത്തെ പറ്റിയാണ്. ചിത്രത്തിന്റെ ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ പെട്ടെന്ന് തീർക്കാനാണ് ചിത്രത്തിന്റെ ടീം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രഭാസിന്റെ വിവേക് ഗുബ്രോയുടെ ഏകദേശം പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വർഷാവസാനത്തോടെ ചിത്രത്തിന്റെ മുഴുവൻ ഷൂട്ടിങ്ങും തീർക്കാനാണ് ചിത്രത്തിന്റെ ടീം ആയാലും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഫൗസി എന്ന പ്രഭാസ് ചിത്രത്തെ പറ്റിയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്പിരിറ്റിന്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടൊക്കെ തന്നെ ഫൗസി എന്ന ചിത്രം സ്പിരിറ്റിന് മുമ്പേ തന്നെ റിലീസിനെത്തുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. ചാക്കോച്ചന്റെ ലീഡിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന ചിത്രം നാളെ നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസിന് എത്തിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ തിയേറ്ററിൽ അങ്ങനെ വലിയൊരു വിജയമോ കാര്യമൊന്നും നേടിയെടുക്കാൻ സാധിച്ചില്ലായിരുന്നു. പവൻ കല്യാൺ നായകനെ തിയേറ്ററുകൾ റിലീസിനെത്തി ഭയങ്കര രീതിയിലുള്ള വിജയമായി മാറിയിട്ടുള്ള ചിത്രമായിരുന്നു OG എന്ന ചിത്രം. ചിത്രത്തിന്റെ സെക്കൻഡ് പാർട്ടിനെ പറ്റിയൊരു അപ്ഡേറ്റ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ പ്രീക്വലിന്റെ സ്ക്രിപ്റ്റ് വർക്കുകളൊക്കെ തന്നെ ഇപ്പോൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ചിത്രത്തിന്റെ സീക്വലിന്റെ സ്ക്രിപ്റ്റ് വർക്കുകളാണ് നടന്നു പോകുന്നതെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. അങ്ങനെ പ്രീക്വലും സീക്വലും കൂടെ ഒന്നിച്ചാണ് OGയുടെ 2ാം ഭാഗം വരാൻ പോകുന്നത്. അടുത്തായി പറയാൻ പോകുന്നത് രാഘവ് ലോറൻസിന്റെ കാഞ്ചന എന്ന ചിത്രത്തിന്റെ ഫ്രാഞ്ചൈസിനെ പറ്റിയാണ്. ആ ഒരു ഫ്രാഞ്ചൈസ് ഉടനെ തന്നെ നിർത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാഞ്ചന 4ൻ്റെ ഏകദേശം 40-45 ദിവസത്തെ ഷൂട്ടൊക്കെ തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. രാഘവ് ലോറൻസ് പുതിയൊരു ഫ്രാഞ്ചൈസ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അതും ഒരു ഫാൻറ്റസി ഹൊറർ കോമഡി എൻ്റർടൈനർ ആയിട്ടുള്ളൊരു ഫ്രാഞ്ചൈസ് തന്നെയാണ്. ആ ഒരു ഫ്രാഞ്ചൈസിന് ഏകദേശം ഒരു 5 പാർട്ടോളം ഉണ്ടായിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. വാഴ 2ൻ്റെ ഏകദേശം ഇതേ അവസ്ഥയാണ്. വാഴ 2 ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതുവരെ ചിത്രം ഏകദേശം 129 കോടി 50 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. സൂര്യയുടെ കറുപ്പ് ചിത്രത്തിന്റെ തെലങ്കാനയിലുള്ള പ്രീ റിലീസ് ഇവന്റ് ഒക്കെ ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. ഇന്നാണ് ചിത്രത്തിന്റെ കേരളത്തിലുള്ള പ്രീ റിലീസ് ഇവന്റ് നടക്കാൻ പോകുന്നത്. ട്രിവാൻഡ്രത്ത് വെച്ചാണ് നടക്കാൻ പോകുന്നത് വൈകുന്നേരം 6 മണിക്ക്. ട്രെയിലർ വഴിയൊക്കെ തന്നെ ഒരു പക്ക മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ ചിത്രമാണെന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കിടിലം പ്രതീക്ഷ നൽകുന്ന ഒരു ട്രെയിലറായിരുന്നു ചിത്രത്തിന്റെ ടീമായാലും പുറത്തുവിട്ടിട്ടുള്ളത്. സന്ദീപിന്റെ ലീഡിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കോസ്മിക് സാംസൺ എന്ന ചിത്രം. ചിത്രം വരുന്ന ഒക്ടോബർ മാസം വേൾഡ് തിയേറ്ററിലേക്ക് റിലീസിനെത്തുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. രാംചന്ദ്രന്റെ ലീഡിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ആക്ഷൻ എന്റർടൈനർ ചിത്രമാണ് പെഡി എന്ന ചിത്രം. ഇതുവരെ വന്നിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ പ്രകാരം ഒരു പക്ക മാസ് എന്റർടൈനർ അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ എന്റർടൈനർ ചിത്രം അല്ലെങ്കിൽ ഒരു രംഗസ്ഥല ലെവലൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. ചിത്രം വരുന്നത് ജൂൺ 4 വേൾഡ് തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്നത്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലറിനായി കുറേ ആൾക്കാരായിരുന്നു കാത്തിരുന്നിട്ടുള്ളത്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ
ഈ വരുന്ന മെയ് 18 പുറത്തിറക്കുമെന്ന് ഒഫീഷ്യൽ തന്നെ ചിത്രത്തിലെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ്. നമ്മുടെ മലയാള സിനിമ കാത്തിരിക്കുന്ന അടുത്തൊരു സൂപ്പർ ഹീറോ ചിത്രമാണ് പറക്കും പാപ്പൻ എന്ന ചിത്രം. ഒരുപക്ഷെ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്, ദിലീപേട്ടൻ്റെ കുറേ കംബാക്ക് പടം എന്നൊക്കെ പറഞ്ഞ് ചില സിനിമകളൊക്കെ ഇറക്കി പൊട്ടിക്കുന്ന സമയത്ത് ഈ ഒരു പടമൊക്കെ നല്ല രീതിയിലുള്ള ബഡ്ജറ്റ് ഇട്ട് നല്ല രീതിയിലുള്ള ഡയറക്ഷനിൽ നല്ലൊരു മേക്കിംഗ് സ്റ്റൈലിൽ പുറത്തിറക്കിയിരുന്നെങ്കിൽ വേണമെങ്കിൽ അടുത്തൊരു 100 കോടിയൊക്കെ ക്ലിയർ ആയിട്ട് അടിക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു പ്രോപ്പർ വർക്കിലോട്ട് ചിത്രത്തിൻ്റെ ടീം പോയിട്ടില്ലായിരുന്നു. പിന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ അപ്ഡേറ്റിനെ പറ്റിയൊക്കെ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ അറിയാൻ പറ്റിയിട്ടുള്ളത്. മിന്നൽബറിലേക്ക് മുമ്പേ വരേണ്ട ഒരു പടമായിരുന്നു. പക്ഷേ ഈ ഒരു ചിത്രത്തിന് പ്രധാനമായ പ്രശ്നം പറ്റിയിട്ടുള്ളത് ഇതൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായതുകൊണ്ടൊക്കെ തന്നെ കുറേ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് കറക്റ്റായി വരാൻ നല്ല രീതിയിൽ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ചിത്രത്തിൻ്റെ ഒരു പ്രോപ്പർ വർക്ക് തന്നെ തുടങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ ഡിസംബറിലൊക്കെ തന്നെയാണ്. ദിലീപേട്ടനായാലും ആ ഒരു ബബ്ബയുടെ ആ ഒരു പ്രസ് മീറ്റിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ ആ ഒരു സിനിമ സംഭവിക്കും, അതിൻ്റെ വർക്കുകളൊക്കെ തന്നെ തുടങ്ങി എന്നൊക്കെ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളിയുടെ അടുത്തൊരു പ്രൊജക്റ്റായിട്ട് ഇപ്പോൾ അനൗൺസ് ചെയ്യാൻ ചാൻസ് കാണുന്നത് ആ ഒരു ചിത്രത്തിനെയാണ്. ഇപ്പോൾ നീക്കൻ ചിത്രത്തിന് ശേഷം അടുത്ത് പറക്കും പപ്പം വരാനുള്ള ചാൻസസ് ഒക്കെ തന്നെയാണ് കാണുന്നത്. ദിലീപേട്ടൻ്റെ പ്രൊഡക്ഷൻ ഹൗസും കൂടെ ചേർന്നാണ് ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നത്. ഇതൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ വർക്കുകളൊക്കെ തന്നെ നല്ല കൂടുതലുള്ളതുകൊണ്ടും വലിയൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഈ ഒരു ചിത്രം വരാൻ ഡിലേ ആവുന്നത്. എന്തായാലും ഈ ഒരു ചിത്രത്തിൻ്റെ കൂടുതലായിട്ടുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.